എവിടേക്കാണ് ഈ നടത്തുന്നതെന്നല്ലേ പറയാടോ. അതിനു മുമ്പ് എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്നത്തേത് ഒരു ബർത്ത്ഡേ വീഡിയോ ആണ്. കാലുകടയുണ്ട്, വേഗം നടന്നോ. എൻ്റെ മോൻ്റെ 5ാമത്തെ ബർത്ത്ഡേ ആണ്. സോ മോൻ്റെ മുടി ഒന്ന് കട്ട് ചെയ്യണം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് അധികം ദൂരമൊന്നുമില്ല കേട്ടോ മുടിവെട്ട് കടയ്ക്ക്, നടക്കാനുള്ള ദൂരമുള്ളൂ. കടയിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് പോസ്റ്റായി. ഈ ഒരു വഴിയിലൂടെ പോകുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ട്യൂഷൻ പോയിരുന്നതും, അതുപോലെ തന്നെ +1 +2 പഠിക്കുമ്പോൾ ബസ് ഇറങ്ങി നടന്നതെല്ലാം ഈ വഴിയിലൂടെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ എല്ലാം ആകെ മാറിയിരിക്കുന്നു, കുറേ അധികം വീടുകൾ വന്നു. മദ്രസയിൽ പഠിക്കുമ്പോഴും എൻ്റെ 5 ഫ്രണ്ട്സിൻ്റെ വീടും ഈ ഒരു ഭാഗത്തായിരുന്നു. ഞാനൊരു 7ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇവരോടൊപ്പം കുറേ ഉണ്ണിച്ചോറും കൂട്ടാനും വെച്ചിട്ടൊക്കെ ഒരുപാട് കളിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ ഓർമ്മയായി. ഈ ഒരു വീട് കണ്ട, കൊട്ടാരം പോലെയല്ല, കൊട്ടാരം തന്നെ. ദ നെക്സ്റ്റ് ഡേ. ഇതുവരെ ഒരു ബർത്ത്ഡേക്ക് മോനക്ക് സ്പെഷ്യലായിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ എൻ്റെ മോൻ്റെ 5ാമത്തെ ബർത്ത്ഡേ ആണ്. എൻ്റെ മോൻ അവൻ്റെ ഉപ്പച്ചിനോടൊരു കാര്യം പറഞ്ഞു, ബാദു എനിക്കൊരു സൈക്കിൾ വാങ്ങി തരുമെന്ന്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്വഭാവമാണ് എന്തെങ്കിലും ഒന്ന് കഴിക്കണം. അങ്ങനെ ചാവക്കാട് ബനാന അവൽ മിൽക്കിൽ കുറേയായി കയറണമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊന്ന് കയറി. ഞങ്ങളൊരു കോംബോ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, ബർഗർ ആൻഡ് അവൽ മിൽക്ക്. അവൽ മിൽക്ക് അടിപൊളിയായിരുന്നു. അതിൻ്റെ ബർഗർ ഒറിജിനൽ ബർഗർ അല്ല, എങ്കിലും കുഴപ്പമില്ല. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് നിൽക്കുകയാണ്. സൈക്കിൾ വാങ്ങിയത് കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ഉണ്ണി. ഇനി രണ്ടാളും കൂടെ എന്താ വേണമാവോ. മറിയുടെ സൈക്കിൾ ഇഷ്ടമായേ? ഓക്കെ. ഇഷ്ടമായി എനിക്ക്. സൈക്കിൾ ഇഷ്ടമായടാ? ഹെൽമെറ്റ് ഒന്നും വേണ്ട. അവരാഗ്രഹിച്ച ഗിഫ്റ്റ് അവരറിയാതെ അവർക്ക് കൊടുക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് കാണുമ്പോൾ നമുക്കുള്ളൊരു ഹാപ്പിനെസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്കും അധികം സന്തോഷമായി എൻ്റെ മോൻ്റെ സന്തോഷം കണ്ടിട്ട് എനിക്ക്. ഇത് എൻ്റെ താത്തയുടെ വക മോനക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റാണ്. എല്ലാ ബർത്ത്ഡേ ഇതുപോലെ അവളെ വക എന്തെങ്കിലും സ്പെഷ്യൽ ഗിഫ്റ്റൊക്കെ ഉണ്ടാവും. പ്രാവശ്യം ചെരുപ്പാണ്. അത് കണ്ടപ്പോൾ ഉള്ള സന്തോഷമായിട്ടോ എനിക്ക് മുഖത്ത്. നല്ല ഭംഗിയുണ്ട്. പീപ്പറോട് താങ്ക് യു പറയും. ഞങ്ങളുടെ നാട്ടിലെ മയിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട്, പക്ഷെ കുരങ്ങനെ ഇത് ആദ്യമായിട്ടായിട്ട്. 2 കുരങ്ങന്മാരുണ്ട്, നല്ല ഭംഗിയുണ്ട് രണ്ടെണ്ണം കാണാൻ. ബർത്ത്ഡേ കേക്ക് അവൻ്റെ ഇഷ്ടപ്രകാരത്തിനായിട്ടുള്ളൊരു കേക്കായിരുന്നു. അവൻ പറഞ്ഞത് റെയിൻബോ കേക്ക് വേണമെന്നായിരുന്നു. അതുപോലെ തന്നെ സ്പൈഡർമാനും ആ ഒരു തീമിലായിരുന്നു കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബർത്ത്ഡേക്ക് അങ്ങനെ എല്ലാവരും ഒന്നുമില്ല, ഞങ്ങൾ വീട്ടിലൊരു മാത്രം തന്നെ ഉള്ളൂ. പിന്നെ ഞാൻ എൻ്റെ ഉമ്മാക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലാണ് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് വലിയ ആരും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് കേക്ക് കട്ട് ചെയ്തു അത്രമാത്രം. മക്കളെ സന്തോഷത്തിന് വേണ്ടി അങ്ങനെ ചെയ്തു മാത്രം. അങ്ങനെ സ്പെഷ്യലായിട്ട് ഫുഡ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, അവൻ്റെ സന്തോഷം അത്രമാത്രം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം. താങ്ക് യു.